നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM PBയുടെ തീരുമാനം മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തള്ളി. CPM PBയുടെ തീരുമാനം അവഗണിച്ച് വിദേശ സർവകലാശാലകൾ കേരളത്തിൽ സ്ഥാപിക്കുമെന്ന തീരുമാനവുമായി മുൻപോട്ട് പോകാനാണ് നീക്കം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിനെ പോലും അറിയിക്കാതെ ബജറ്റിൽ പ്രഖ്യാപിച്ച നിർദ്ദേശത്തെക്കുറിച്ച് CPMനുള്ളിൽ ആശങ്കകളുണ്ട്. എന്നാൽ CPM ആവശ്യപ്പെട്ടത് അതനുസരിച്ച് ബജറ്റ് നിർദ്ദേശം പിൻവലിക്കാൻ ധനമന്ത്രി തയ്യാറായില്ല. പാർട്ടി നയപരമായ തീരുമാനമെടുത്തിട്ടില്ലെന്ന് സമ്മതിക്കുമ്പോഴും വിദേശ സർവകലാശാല എന്ന ആശയവുമായി മുൻപോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. പിണറായിയുടെ തീരുമാനം അറിഞ്ഞ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആകാശത്ത് നോക്കിയിരിപ്പാണ്. ധനമന്ത്രി ബാലഗോപാലിന് താൻ നേരിട്ട് നൽകിയ നിർദ്ദേശം തിരസ്കരിക്കപ്പെട്ടതായി മനസ്സിലാക്കിയിട്ടും യെച്ചൂരിക്ക് ഒന്നും ചെയ്യാനാവുന്നില്ല. ഇതാണ് യെച്ചൂരിയുടെ ഗതികേട്. വിദേശ സർവകലാശാല സംബന്ധിച്ച് നയപരമായ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ചർച്ചകൾ വേണമെന്നാണ് പറഞ്ഞതെന്നും അതുപോലും പാടില്ലെന്ന് പറയുന്നത് ശരിയല്ലെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇത്തരത്തിലൊരു മന്ത്രി പ്രഖ്യാപിക്കുന്നത് ആദ്യ സംഭവമാണ്. വിദേശ സർവകലാശാല എന്ന ആശയത്തിന് പേരിൽ സാക്ഷാൽ മുഖ്യമന്ത്രിയാണുള്ളതെന്ന് യെച്ചൂരിക്ക് വ്യക്തമാണ്. ഇതാണ് യെച്ചൂരിയെ പിന്നോട്ടടിക്കുന്നത്. നിയമസഭയിൽ വിദേശ സർവകലാശാല വിഷയത്തിൽ പ്രതിപക്ഷ MLAമാർ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചതിന് പുഷ്പന് ഓർമ്മയുണ്ടെന്നും ആ സമരത്തിൽ സജീവമായി പങ്കെടുത്തവരാണ് തങ്ങൾ എല്ലാവരുമെന്നും KN ബാലഗോപാൽ മറുപടി പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങളും ചർച്ചകളും വേണം. വിദേശ സർവകലാശാലയെ സംബന്ധിച്ച് ചർച്ച വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 40 വർഷം മുൻപ് ട്രാക്ടറിനും കമ്പ്യൂട്ടറിനുമെതിരെ ഞങ്ങളുടെ അന്നത്തെ തലമുറ സമരം ചെയ്തിട്ടുണ്ട്. 3000-ഓളം തൊഴിലാളികൾ തൊഴിലില്ലാതെ നിൽക്കുന്ന കർഷക തൊഴിലാളികൾക്കായി ജോലി കിട്ടാത്ത കാലത്തെ പോലെയാണോ ഇന്ന് കാലം മാറി. കേരളത്തിലെ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾ വിദേശത്തേക്ക് പോവുകയാണ്. ഒരു കുട്ടിക്ക് 30 ലക്ഷം മുതൽ മുകളിലേക്കാണ് ചിലവ്. നാട്ടിൽ ചിലവാകേണ്ട പണം ഇവിടെ വരണം. കുട്ടികൾ പലരും പോകുന്നത് കുടിയേറ്റത്തിനും ജോലിക്കും വേണ്ടിയാണ്. ഇതിനൊക്കെയുള്ള പരിഹാരമാണ് വിദേശ സർവകലാശാലകൾ വേണമെന്ന് പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാലിക്കറ്റ് സർവകലാശാലയിൽ കമ്പ്യൂട്ടർവൽക്കരണം വന്നപ്പോൾ തൊഴിൽ കളയുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് സംഘടനയുടെ സമരം ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടിയാണെന്ന് ബാലഗോപാൽ പറഞ്ഞു. വിദേശ സർവകലാശാലയെക്കുറിച്ച് ചർച്ച ചെയ്തതേയുള്ളൂ എന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. CBI ഇപ്പോൾ ഒരു നയം എടുത്തിട്ടില്ല. ചർച്ച ചെയ്തിട്ട് പൊതുവായ മാനദണ്ഡം നോക്കി കാര്യങ്ങൾ ചെയ്യും. ചർച്ചകൾ പോലും പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ശുപാർശകൾ അനുസരിച്ച് വിദേശ സർവകലാശാലകൾക്ക് ക്യാമ്പസ് തുടങ്ങാനുള്ള കരട് രേഖ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആരംഭിച്ചിട്ട് മാസങ്ങളായി. കരട് നിർദ്ദേശങ്ങൾ വിദേശ സർവകലാശാലകളുടെ ഇന്ത്യയിലെ ക്യാമ്പസുകൾക്ക് സ്വയം ഭരണാധികാരം, സ്വന്തമായി ഫീസ് നിശ്ചയിക്കാനുള്ള അവകാശം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ സ്വതന്ത്ര അധികാരമുള്ള സ്വകാര്യ സർവകലാശാലകൾക്ക് സമാനമായ ഭരണനിർവഹണം, നിയന്ത്രണാധികാരം, കോഴ്സുകൾ കണ്ടെത്തൽ എന്നിവ വിദേശ സർവകലാശാലകൾക്കും അനുവദിക്കാമെന്ന് കരട് നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള സർവകലാശാല റാങ്കിങ്ങിൽ ആദ്യത്തെ 500-ൽ വരുന്ന സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങാം. കരട് നിർദ്ദേശങ്ങൾക്ക് UGC നിയമിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി വരാനുദ്ദേശിക്കുന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യത, കോഴ്സുകൾ, സാധ്യത, അക്കാദമിക് നിലവാരം, ഭൗതിക സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള റിപ്പോർട്ട് UGCക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. തുടക്കത്തിൽ 10 വർഷത്തേക്കാണ് അനുമതി നൽകുന്നത്. കാലയളവ് പിന്നീട് ദീർഘിപ്പിച്ച് നൽകും. രാജ്യത്തെ വിദ്യാർത്ഥികളോടൊപ്പം വിദേശ വിദ്യാർത്ഥികൾക്കും ഇവിടെ അഡ്മിഷൻ നൽകാം. സുതാര്യമായ രീതിയിൽ ഫീസ് നിർണ്ണയിക്കുന്നതിനോടൊപ്പം അധ്യാപകരെ രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നും തിരഞ്ഞെടുക്കാം. ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ തുടങ്ങാൻ അനുമതിയില്ല. വിദേശ ഫണ്ടിന്റെ വിനിമയം ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999 അനുസരിച്ചായിരിക്കും. സർവകലാശാലകൾ കാലാകാലങ്ങളിൽ UGCക്ക് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കണം. ഇത്രയുമൊക്കെ കേന്ദ്ര സർക്കാർ പറയുമ്പോൾ വിദേശ സർവകലാശാല വേണ്ടെന്ന് കേരളം പറഞ്ഞാൽ അത് കേൾക്കാൻ ആരുമുണ്ടാവില്ല. 2010-ൽ UPA 2ാം ഗവൺമെന്റ് കൊണ്ടുവന്ന വിദേശ വിദ്യാഭ്യാസ ബില്ലിനെ എതിർത്ത BJP ആണ് ഇന്ന് വിദേശ ക്യാമ്പസുകൾ തുടങ്ങാൻ മുൻകൈയെടുക്കുന്നത്. വിദേശ സ്വാധീനം ഇന്ത്യൻ സംസ്കാരത്തെ ബാധിക്കുമെന്നാണ് ഇവർ വാദിച്ചിരുന്നത്. വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി രാജ്യത്തെ വിദ്യാർത്ഥികൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ തുടങ്ങുന്നതിലൂടെ വിദേശത്തേക്കുള്ള സാമ്പത്തിക ഒഴുക്ക് കുറയ്ക്കാമെന്നും വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ലഭിക്കുന്ന ഉന്നത പഠന സൗകര്യം രാജ്യത്ത് രൂപപ്പെടുത്താമെന്നുമാണ് UGC ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഇന്ത്യയെ ആഗോള വിദ്യാഭ്യാസ ഹബായി മാറ്റാമെന്നും UGC കരുതുന്നു. പ്രതിവർഷം 7.5 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് ബിരുദാനന്തര ഗവേഷണ പഠനത്തിനായി വിദേശ സർവകലാശാലകളിൽ എത്തുന്നത്. ഇതിലൂടെ 1 ലക്ഷം കോടി രൂപയാണ് പ്രതിവർഷം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ഒഴുകുന്നത്. എന്നാൽ വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇതിലൂടെ പൂർണ്ണമായും കുറയ്ക്കാൻ സാധിക്കില്ല. പഠനത്തിനപ്പുറം വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത് വിദേശ ജീവിതവും അവിടുത്തെ തന്നെ തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങളുമാണ്. ഇന്ത്യയിലെ വിദേശ ക്യാമ്പസുകളിൽ ലഭിക്കാവുന്ന വിദേശ ഫാക്കൽറ്റികളുടെ എണ്ണവും പരിമിതമായിരിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഭൗതിക സൗകര്യത്തിന്റെ കാര്യത്തിലും പരിമിതികളുണ്ട്.
വിദേശ സർവകലാശാലകളുടെ വരവ് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. കാലത്തിനൊത്ത ന്യൂജൻ കോഴ്സുകൾ, മികച്ച അക്കാദമിക് ഗവേഷണ സൗകര്യം, വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം, സാങ്കേതിക വിദ്യ, പഠനത്തോടൊപ്പമുള്ള തൊഴിൽ പ്ലേസ്മെന്റ് സൗകര്യം, നിരവധി ലോകോത്തര സർവകലാശാലകളുമായുള്ള ട്വിന്നിംഗ്, ജോയിന്റ് ഡ്യുവൽ ബിരുദ പ്രോഗ്രാമുകൾ എന്നിവ വിദേശ സർവകലാശാലകളുടെ സവിശേഷതകളാണ്. 2022 സർവകലാശാലകളുടെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ലോക റാങ്കിങ്ങിൽ ആദ്യത്തെ 300 റാങ്കിങ്ങിൽ ഇന്ത്യയിലെ സർവകലാശാലകളില്ല. 300-ന് മുകളിലാണ് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IIT എന്നിവയുള്ളത്. രാജ്യത്ത് വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസ് വരുന്നതിലൂടെ താരതമ്യേന കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കാം. ഇതിലൂടെ വിദേശത്തേക്കുള്ള പണത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാം. വിദേശ സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കുന്നതിനെ അപേക്ഷിച്ച് പ്രാവീണ്യ പരീക്ഷകളിൽ കുറവുണ്ടാകാനും സാധ്യതയുണ്ട്. അഡ്മിഷൻ പ്രക്രിയയിലും ഇളവ് പ്രതീക്ഷിക്കാം. ഹാർവാർഡ്, MIT, ഓക്സ്ഫോർഡ് തുടങ്ങിയ ലോകോത്തര സർവകലാശാലകളുടെ ക്യാമ്പസ് വരുന്നതോടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിലും മാറ്റമുണ്ടാക്കും. ഇന്ത്യയിലെ സർവകലാശാലകൾക്ക് മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കേണ്ടി വരും. ഇത് മികച്ച ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതോടൊപ്പം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഇന്ത്യൻ സർവകലാശാലകളെ പിടിച്ചുയർത്താൻ സഹായിക്കും. അധ്യാപകരുടെയും ഗവേഷകരുടെയും പ്രവർത്തനക്ഷമത ഉയർത്താനും ഉപകരിക്കും. എന്നാൽ വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ നിലപാടും വ്യത്യസ്തമാണ്. തമിഴ്നാട് ഇതിനകം താൽപര്യക്കുറവ് കാണിച്ചിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിലപാടുകളോടുന്നവർ നിർദ്ദേശത്തോട് വിമുഖത കാണിക്കും. എത്ര വിദേശ സർവകലാശാലകൾ താൽപര്യം പ്രകടിപ്പിക്കുമെന്നും അറിയേണ്ടതുണ്ട്. അമേരിക്കൻ, UK സർവകലാശാലകളാണ് ഏറെയും. യൂറോപ്യൻ, സിംഗപ്പൂർ, ചൈനീസ്, GCC രാജ്യങ്ങളിൽ നിന്നുള്ളവയുമുണ്ട്. രാജ്യത്ത് വിദേശ സർവകലാശാലകൾ വരുന്നതോടെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ മുതൽ മുടക്കാൻ താൽപര്യമുള്ള സംരംഭകരുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ പഠനത്തിനുള്ള സ്കോളർഷിപ്പുകൾ, അസിസ്റ്റന്റ്ഷിപ്പുകൾ, ഫെലോഷിപ്പുകൾ എന്നിവ ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് മുൻകൈയെടുക്കണം. ഇതിനകം തന്നെ ചില സ്കോളർഷിപ്പുകൾ നിർത്തലാക്കിയിരുന്നു. ശാസ്ത്ര അഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്കുള്ള KVPY സ്കോളർഷിപ്പ് ഇതിൽ ഉൾപ്പെടുന്നു. മികച്ച നിലവാരമുള്ള വിദേശ സർവകലാശാലകളുടെ വരവിനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അവ സാമൂഹിക നീതി, രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം, താങ്ങാവുന്ന ഫീസ്, സ്കിൽ വികസനം, തൊഴിൽ ലഭ്യത, മികവ്, ഗവേഷണം, അക്കാദമിക് ഗുണനിലവാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം. ഭാവി ഇന്നോവേഷനുകളിലും തൊഴിലുകളിലും കാതലായ മാറ്റം പ്രവചിക്കുമ്പോൾ കാലത്തിനിണങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ രൂപപ്പെടുത്താൻ വിദേശ സർവകലാശാലകൾ തയ്യാറാകണം. ഇതോടൊപ്പം ഇന്ത്യൻ സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാനുള്ള നടപടികളും ഊർജിതപ്പെടുത്തണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ധനമന്ത്രി, മുഖ്യമന്ത്രിയും ചേർന്ന് വിദേശ സർവകലാശാലകൾ എത്രയും വേഗം കേരളത്തിലെത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം. പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കാൻ പാർട്ടി അശക്തരാണെന്ന് മാത്രം.